അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ, അതായത് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് എല്ലാ ഞായറാഴ്ചയും ഇത് തന്നെയാണ് കേട്ടോ, സെയിം. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണതിൽ എന്തെങ്കിലും വ്യത്യാസം വരും, അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ് ഏകദേശം ഞായറാഴ്ച രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഞാൻ വേണ്ടെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് വീഡിയോ. അപ്പോഴത്തേ കാലത്ത് എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഞാൻ അടുക്കളയിലോട്ടൊന്ന് വന്നേ. വേറെ ഒന്നും അല്ല, ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാലത്തെ ഒരു ഗ്ലാസ് വെള്ളം, അത് കഴിഞ്ഞ് ചായ മസ്റ്റാണ് കേട്ടോ. ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം എനർജി എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. തളർന്ന് ഒത്തിയൊരു ഇരിപ്പായിരിക്കുമേ. അപ്പോൾ പാലില്ല രാവിലെ ചായയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലിനോട് ചായ തിളപ്പിച്ച് തരട്ടെ എന്ന് വെച്ചപ്പോൾ അവൾക്ക് കട്ടൻ ചായ വേണ്ട, പാൽ ചായ തന്നെ മതിയെന്ന്. പിന്നെ കടയൊക്കെ തുറക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇത്തിരി നേരം കഴിയട്ടെ, ഇച്ചിരി കൂടെ അങ്ങോട്ട് നേരം വെളുക്കട്ടെ എന്ന്. അപ്പം ഞാൻ പിന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ട് നമ്മുടെ വചനപ്പെട്ടിയില്ലേ, അതിൽ നിന്നൊരു വചനമൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇനി കറി മേടിക്കാൻ പോകണം. അപ്പോഴത്തേക്കും ആലയോടെ റെഡി ആകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അവൾക്ക് 6:30 പോകണമല്ലോ സൺഡേ ക്ലാസ്സിൽ. ആമിക്കുട്ടിക്ക് 8:30 പോയാൽ മതി. 2 പേർക്കും 2 സമയമാണേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തുണിയൊക്കെ മിഷ്യത്തിൽ അലക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കേട്ടോ കയ്യോടെ. മഴ ഉണ്ടെന്നാണെങ്കിലും ഇല്ലെന്നാണെങ്കിലും ഇപ്പോൾ രാവിലെ തെളിഞ്ഞ് നിൽക്കണമായിരുന്നു. പിന്നീട് മഴ ഉണ്ടെങ്കിലും വെയിലാണെങ്കിലും അലക്കാളത് അങ്ങനെ അലക്കി ഒതുക്കാലെന്ന് കരുതിയിട്ട് അലക്കാൻ വേണ്ടി ഇട്ടു. പിന്നെ അങ്ങോട്ട് അകത്ത് വിരിച്ചിടാമെന്ന് കരുതി. ചോദിച്ചു റെയിൻകോട്ട് കൊണ്ടുപോകണ്ട, മഴ വന്നാൽ എന്ത് ചെയ്യും? അല്ല കവറിലാക്കിയിട്ട് കൊട്ടയിൽ വെക്കാൻ പാടില്ലേ? അപ്പം നമുക്കേ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്കടയിൽ പോവാട്ടാ. ചേട്ടൻ റെഡി ആവാനാണ്. അപ്പം ഞാൻ ഇത് തന്നെ ഉടുക്കണത്. ആമിക്കുട്ടി നല്ല ഉറക്കമാണ്. വന്നിട്ട് വേണം റെഡിയാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. 8:30ക്കാണ് ആമിക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് അപ്പോഴേക്കും കറിയൊക്കെ മേടിച്ചിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. പാലും മേടിക്കണം. ചായ കുടിച്ചിട്ടില്ല, അങ്ങനെ നിൽക്കണം. ആൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കണേ ഞാൻ. ഈ മൂക്കത്തൊരു പാട് കണ്ട, ജലദോഷം വന്നു പോയതിൻ്റെ അടയാളമാണ്. വന്നില്ലേ? അങ്ങനെ ചേട്ടൻ ഞാനും കൂടി ബീഫ് വാങ്ങാൻ വേണ്ടി പോണേണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സ്ഥിരം വാങ്ങണ ഒരു ബീഫ് ഇവിടെ ഉണ്ട് കേട്ടോ. ബീഫൊക്കെ വെക്കണം. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങണത് എന്നും. നല്ല ബീഫാണ്, നല്ല അടിപൊളി ബീഫ് കിട്ടും. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണമെങ്കിലല്ലേ, പള്ളിയിലത്തെ ആൾക്കാർ പള്ളിയിലത്തെ കഴിഞ്ഞ് നേരെ ഈ ഇറച്ചിക്കടയിലോട്ടായിരിക്കും. പിന്നെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. ഗേറ്റ് തുറക്കാൻ നിൽക്കാനാണ് പുറത്തോട്ട് പോയത്. മിക്സ് അങ്ങനെ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലോട് കൂടി വാങ്ങണം, എല്ലില്ലാണ്ട് വാങ്ങണം എന്നൊക്കെ ചേട്ടനോട് ചോദിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. ചില നേരം നമ്മൾ എല്ലാവരും കൂടി വാങ്ങും. എല്ലോട് കൂടി വാങ്ങുമ്പോഴത്തേക്കും എന്താണെന്നറിയാമോ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലോട് കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ബീഫ് ഉണ്ടാവില്ല, എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോളക്കമ്പത്തോട്ട് വന്നേ. ഇവിടെ പച്ചക്കറികളുണ്ട്, പച്ചക്കറിയുണ്ട്, മീനുണ്ട്, ഇറച്ചിയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷേ നമ്മൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ബീഫ് വാങ്ങണത്. അങ്ങനെ നേരെ പച്ചക്കറി കടയിൽ വന്നിട്ട് ഇറച്ചിക്കകത്തിടാനുള്ള ഉരുളക്കിഴങ്ങും മല്ലിയിലയും പിന്നെ വേണ്ട സകല സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ കപ്പ തിരക്കിയാണ് കേട്ടോ മെയിനായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ആ സ്ഥിരം വരുന്ന കപ്പക്കാരൻ വന്നില്ല. ഒരു കപ്പയൊക്കെ ആയിട്ടൊരു പെട്ടി ഓട്ടോറിക്ഷക്കകത്തൊരു ചെക്കൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെക്കനെ തിരക്കിയാണ് ഞങ്ങൾ ചെന്നത്, പക്ഷേ കിട്ടിയില്ല.
അങ്ങനെ തൽക്കാലം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടതേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സവോളയൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനെ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ എന്നെ. ഞാനാണെങ്കിൽ എനിക്ക് ഒരുമാതിരി അരണ ബുദ്ധിയാണ്. ഇവിടെ നിന്ന് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണമെന്നും പറഞ്ഞിട്ട് പോകും ഇവിടെ നിന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും. പിന്നെ ചേട്ടനാണ് കേട്ടോ ഈ സവോളയൊക്കെ മേടിക്കണ കാര്യം ഓർമ്മിപ്പിച്ചത്. അങ്ങനെ വേഗം തന്നെ ഞാൻ ദേ ഉള്ളിക്കട്ടക്കകത്തോട്ട് മേടിച്ച സാധനങ്ങളൊക്കെ സവോളയും ഉരുളക്കിഴങ്ങൊക്കെ അതിനകത്തോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും പിന്നെ മല്ലിയിലൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതാണല്ലോ. അങ്ങനെ അപ്പോൾ അതേ എൻ്റെ പുതിയ ഉള്ളിക്കൊട്ടയാണേ. പഴയതൊരെണ്ണം ഉണ്ടായിരുന്നത് കുറച്ചൊരു സൈഡിൽ ഇച്ചിരി അങ്ങോട്ട് പൊട്ടി. അപ്പോൾ ഞാൻ ദേ ഈ ഒരു ട്രോളി ടൈപ്പ്, അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ എന്താ പറയുക ഉന്തിക്കൊണ്ട് നടക്കാം. അപ്പം ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 200 സംതിങ്, 230 39 ഞാൻ ഓർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തേക്കാം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് കയറി ചെക്ക് ചെയ്ത് വാങ്ങണമെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ അതേ ബീഫ് മേടിച്ചത് ഞാൻ കൊണ്ടുവന്ന് കഴുകി വാരി വെക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതിന് മുന്നേ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടില്ലല്ലോ, ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. എനിക്കും ചേട്ടനും അപ്പനും ചായയും പിള്ളേർക്ക് 2 പേർക്കും പാലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇച്ചിരി ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ട് ആമിക്കുട്ടിക്ക് ഹോർലിക്സ് ഇട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതേ ഹോർലിക്സ് ഇട്ട് ഇത്തിരി പാലൊക്കെ ആറ്റി കൊടുക്കണേണേ. കിടക്കപ്പായൽ അത് എൻ്റെ ഒരു തെറ്റാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ചായ കൊടുത്ത് അങ്ങോട്ട് ശീലിപ്പിച്ച് പോയി. എൻ്റെ ആ ഒരു ദുശീലം കൊച്ചുങ്ങളെ ശീലിപ്പിച്ച്. അപ്പോൾ അത് നിങ്ങൾക്കും അതൊരു ശീലമായി. പാല് പിന്നെ സഹിക്കും. ആമിക്കുട്ടി ഒട്ടും പറ്റില്ല കേട്ടോ. ആമിക്ക് അപ്പം തന്നെ ചായ വേണം എഴുന്നേൽക്കുമ്പോൾ തന്നെ. അങ്ങനെ ദേ ഞങ്ങൾ സൺഡേ ക്ലാസ്സിലോട്ട് റെഡിയാക്കി കൊണ്ടുപോകണേ ആളാ. അപ്പം ഞാൻ കരുതിയേ വന്നിട്ട് പുട്ടും ബീഫും ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയേ. ബീഫൊക്കെ കഴുകി അവിടെ വെച്ചിട്ട് നേരെ ഞാൻ വേഗം തന്നെ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടിട്ട് ആമിക്കുട്ടിനെ സൺഡേ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 2 ആഴ്ച പോയില്ല കേട്ടോ. 2 ആഴ്ച വയ്യാന്നെ കൊണ്ടിട്ട് 2 ഞായറാഴ്ചയും വിട്ടില്ല. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ദേ ഇന്ന് പോണേണേ. ചേട്ടൻ കൊണ്ട് ആക്കിക്കോളും, പക്ഷേ ഞാനും കൂടെ ചെല്ലണമെന്ന് എപ്പോഴും പറയാം. അല്ലെങ്കിൽ പിന്നെ ഒരാൾ കൊണ്ടേ ആക്കണ നേരം കൊണ്ട് എനിക്കിവിടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പക്ഷേ ആമിക്കുട്ടിക്ക് ഞാനും വന്നുമെന്ന് നിർബന്ധം പറയാം. പിന്നെ ഞാനും അങ്ങോട്ട് കൊണ്ട് ആക്കിയിട്ട് നേരെ ഇങ്ങോട്ട് അപ്പോൾ തന്നെ പോരും കേട്ടോ നമ്മൾ. എന്നിട്ട് ഞാൻ ദേ വന്നിട്ട് ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുക്കറിനകത്തോട്ടാക്കിയിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ പുഴുങ്ങി ഇറച്ചിയും പുട്ടുമാണ് നമ്മൾ. എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ച ഇത് മിസ് ചെയ്തെന്ന് തോന്നുന്നതാണ്. കഴിഞ്ഞ ആഴ്ച വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കണില്ല. ഇല്ല, കഴിഞ്ഞ ഞായറാഴ്ച ചിക്കൻ എങ്ങാണ്ടും ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരടപ്പിലോട്ട് പുട്ടും ഒരടപ്പിലോട്ട് ബീഫും പുഴുങ്ങാൻ വേണ്ടി വെക്കാമെന്ന് കരുതിയിട്ട് ബീഫ് പുഴുങ്ങാൻ വേണ്ടി ആദ്യം വെച്ചു. എന്നിട്ടതേ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചെടുക്കണേ. അതിനിടയ്ക്ക് അപ്പോഴപ്പോഴും അഴുക്കാക്കട പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കൂടും. അപ്പോൾ ഞാൻ കരുതി അപ്പനും ആലുവിനും മാത്രം കഴിക്കാനുള്ള പുട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ പുട്ട് പുഴുങ്ങിയിട്ടും പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും പുട്ട് കല്ല് പോലെ ഇരിക്കും. പിന്നെ തിളച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പുട്ടിരിക്കുമെന്ന് പറയണേക്കാം. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാറില്ല കേട്ടോ. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ ബീഫിനകത്തോട്ട് 2 ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിടാമെന്ന് കരുതിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ചീവിയില്ല, ചെത്തിയാണ് കേട്ടോ എടുത്തേക്കണത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതും ദേ അരിഞ്ഞെടുക്കണേ. ഞാൻ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ദേ പുട്ടും ബീഫും ഒക്കെ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇനി വരുമ്പോഴത്തേക്കും 11 മണിയാവും. ഞങ്ങൾ ഇവിടെ നിന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് 10 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന് അവിടെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വാരി ഇനി വാതിലൊക്കെ പൂട്ടി ജനലൊക്കെ അടച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി ഷടപ്പടേന്ന് പറഞ്ഞിട്ട് കുളിച്ച് റെഡിയായി പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോണേ. അപ്പോൾ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മുടെ അടുക്കള ഞാൻ കാണിച്ചില്ലേ, കുറേ പേര് അടുക്കള കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് ആര് വന്നാലും പെട്ടെന്ന് അടുക്കളയിലോട്ടൊക്കെ വരുമ്പോൾ ചോദിക്കും, അയ്യോ ഇത്രയും കുഞ്ഞടുക്കളയിൽ നിന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യണേന്ന് ചോദിക്കും കേട്ടോ. കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി വലിപ്പം പോലെ തോന്നാറുണ്ടെന്ന് പറയും. പക്ഷേ നമ്മുടെ അടുക്കളയിൽ തീരെ സൗകര്യമില്ല കേട്ടോ. ചെറിയ കുഞ്ഞടുക്കളയാണ്. എനിക്ക് നിന്ന് പണി ചെയ്യാനുള്ള ആ ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിട്ടില്ലേ, അതാണ് എൻ്റെ അടുക്കളയുടെ ഒരു ഇരിപ്പ് വശം. അങ്ങനെ അതേ 2 കണ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുട്ടൊക്കെ കുത്തി നമ്മുടെ കാസറോളിലോട്ട് ആക്കുന്നുണ്ട്, ചൂടാടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു ഷോർട്സ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പള്ളിയിൽ പോണ സമയത്ത് ഈ നീല ചുരിദാറാണ് കേട്ടോ ഇട്ടത്. ഇത് എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നത്തെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ക്രിസ്മസിന് തയ്പ്പിച്ച ചുരിദാറാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ നിന്ന് പള്ളുരുത്തിയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് തുണി എടുത്ത് തയ്പ്പിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ഇൻസ്റ്റയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ പേരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൺലൈനായിട്ട് എടുത്തതല്ല, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് കുറേ പേർക്ക് ഞാൻ കമൻറ്റ് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അപ്പോൾ അത് പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലില്ലേ, എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ചില നേരം ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ബീഫ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മടുപ്പ് വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരൊറ്റ കറി അങ്ങോട്ട് വെക്കാനാണെങ്കിലല്ലേ ആ കറി തന്നെ കൂട്ടി കഴിക്കും. ഇതിപ്പോൾ രാവിലെ വേറെ ഉച്ചയ്ക്ക് വേറെ വെക്കുമ്പോൾ ചെറിയൊരു മടി വരും. അപ്പോൾ ഞാൻ കരുതി രാത്രി തക്കാളിയൊക്കെ ഇട്ടിട്ട് ഗ്രേവി ആയിട്ടൊരു ബീഫ് കറി വെക്കും കേട്ടോ, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാത്രി ചപ്പാത്തിയും ആ ഒരു കറിയും ആക്കാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ബീഫ് ഞാൻ കുറച്ച് മാത്രമേ രാവിലത്തൊക്കെ പുഴുങ്ങിയുള്ളൂ. ബാക്കിയുള്ള ബീഫ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്. പിന്നെ അപ്പോൾ ഉച്ചക്കത്തേക്ക് വൻപയറുള്ളതാന്ന് കരുതിയിട്ട് ഞാൻ പള്ളിയിൽ പോണ ആ ഒരു സമയത്ത് ഇച്ചിരി വൻപയറൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ദേ വൻപയറും പപ്പടവും കൂടെ കാച്ചാന്ന് കരുതിയേട്ടാ. അപ്പോൾ ദേ ഒരടപ്പിൽ വൻപയർ ഞാൻ താളിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ചട്ടിക്കകത്തോട്ടാണ് ഞാൻ വെക്കണത്. പുതിയ ചീനച്ചട്ടിയാണ് കേട്ടോ അത്, മണ്ണിൻ്റെത്. ഇപ്പോഴാണ് ഞാനതൊന്ന് മയക്കിയെടുത്തത്. കുറച്ച് ദിവസം ശരീരത്തിന് തീരെ സുഖമില്ലാഞ്ഞുകൊണ്ടിട്ടേ ഒരു മൂടുണ്ടായിരുന്നില്ല അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് തട്ടിക്കൂട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൻപയറും പപ്പടവുമായിരുന്നു. അപ്പോൾ 11 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ രാവിലത്തെ കഴിച്ചത്. അപ്പോൾ എനിക്ക് വലിയ വിശപ്പൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ കരുതിയിരുന്നു പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചായക്കടിയും കൂടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഗോതമ്പ് പൊടിയിലകത്തിട്ട് ശർക്കരയും തേങ്ങയും കൂടെ വേളയിച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടാ. ഇതിപ്പോൾ മറ്റേ ഗോതമ്പുണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വൈകുന്നേരം വരെയുള്ള ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ കൊണ്ട് നിർത്തണേണ്. ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫുള്ളായിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ. പക്ഷേ മടി വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.